പോന്നില്ലല്ലോ ചേച്ചി. ചായ അല്ല പൊറോട്ടയ്ക്ക് അടിക്കുക. ചേച്ചി ഇപ്പോഴെങ്ങാനും കയറി പോവോ? ഞാൻ പോയിട്ട് നിനക്ക് എന്തിനാ അടി? എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. നിനക്ക് ആവേശം ഉണ്ടെങ്കിൽ ഞാൻ എന്താ വേണം? ആവേശമല്ല, ആവശ്യം. ആവേശവോ? നീ ഏതാടി കുരുപ്പേ? ഞാൻ സൂര്യ, അങ്ങ് കിഴക്കുള്ളതാ. ചേച്ചിയോ? ചന്ദ്ര. പടിഞ്ഞാറുള്ളതാണോ? അല്ല വടക്കുള്ളതാ. അല്ല പിന്നെ തെക്കോട്ടങ്ങ് എടുത്തൂടെ? എന്തുവാ? അല്ല തെക്ക് നല്ല മഴക്കോളെ. പിന്നെ കാണും. നിന്റെ കയ്യിൽ സോപ്പും തോർത്തൊന്നും ഇല്ലല്ലോടി. നീ കുളിക്കാനൊന്നും വന്നേ അല്ലല്ലോ. ഓ, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി. ഞാൻ വന്നതേ ഈ പുഴയിൽ കിടക്കുന്ന ഡയലോഗ് അടിച്ച് പഴപ്പഴായി ഇങ്ങോട്ട് എല്ലാം കൊച്ചാ കൊണ്ട് നടന്നില്ലെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കത്തില്ലയോ? മോളെ ചേച്ചി വെറുതെ പറഞ്ഞോടി മുത്തേ. അതൊന്നുമല്ല, ഞാൻ ഒരാളെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു ചേച്ചി. അവൻ എന്നെ തേച്ചു. മൈ ബോയ്ഫ്രണ്ട് പ്രേംരാജ്. ആ തേപ്പുകാരന് പറ്റ വേറൊക്കെയാണല്ലോ. അല്ല നിന്നെ എന്തിനറിയാൻ കളിച്ചത്? അതോ കഴിഞ്ഞ തിങ്കളാഴ്ചയുടെ തലേന്ന് ഞായറാഴ്ചയെ അവന്റെ ബേഡയായിരുന്നേ. അവന്റെ ബേഡയോ? അല്ല, അവന്റെ ലഡു, അവന്റെ പിറന്നാള്. ഓ ബർത്ത്ഡേ. അന്ന് അവന് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങി ഞാൻ വീട്ടിൽ ചെന്നതാ. ഞാൻ ചെന്നപ്പോ അവരുടെ വീട് നിറച്ചു അങ്ങ് ആൾക്കാരായിരുന്നു. പിന്നെ വീട്ടിൽ പിന്നെ ആൾക്കാർ കാണത്തില്ലയോ? പക്ഷേ പ്രേം എന്നെയും കൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുവാണ്. എന്താ വടി ചോദിച്ചു? എനിക്ക് നാണാവുന്നു. നാണൊക്കെ ഉണ്ടോ? എന്നോട് ചോദിക്കുക, സൂര്യമുളു ഏട്ടനുള്ള ഗിഫ്റ്റ് താടി. ഇത് കേട്ടോ അവനൊക്കെ ഗിഫ്റ്റ് ഒന്നും പോലെ ഉണ്ടല്ലോ. ചേച്ചി എവിടുന്ന്? ഞാൻ ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ നേരത്തെ കൊടുക്കാൻ നേരത്തെ ഏതോ ഒരു മുരുത്തക്കെട്ട ചെറുക്കൻ ആ പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം എടുത്ത് ഒരൊറ്റ തിരിക്കലും ഞാൻ ഒരൊറ്റ ഞെട്ടലും എന്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ പോക്കലും. ഓ ഗിഫ്റ്റ് അറിയാൻ പൊട്ടി കാണും. ഇല്ല, ഗിഫ്റ്റ് പൊട്ടിയില്ല. ഗിഫ്റ്റ് വീണ് എന്റെ പ്രേമിന്റെ കാല് പൊട്ടി. അല്ലടി നീ അപ്പൊ എന്ത് ഗിഫ്റ്റ് അവന് കൊടുത്തത്? ഡമ്പല്. എന്താ പണിയത്? അറിയത്തില്ലയോ? ഈ ആണുങ്ങൾക്ക് മസിലൊക്കെ അങ്ങനെ പൊന്തി വരത്തില്ലയോ ഒരു സാധനം? ആ സാധനമാ. എടി അത് ഡിംപിൾ അല്ലടി, ഡമ്പലാടി. എന്തായാലും എന്തോ അത് വീണ് എന്റെ പ്രേമിന്റെ കാല് പൊട്ടിയില്ലയോ? ഓ എന്നാലും കഷ്ടമായി പോയില്ലയോ? അവൻ എന്റെ മുഖത്ത് നോക്കി പറയുവാ, കാമുകന്റെ കാലൊടിച്ചവളാ ഞാൻ, നീ പോയി ചാവടിന്ന്. എനിക്ക് ഇവിടെ ചാടി ചാവണം ചേച്ചി, എനിക്ക് ചാടി ചാവണം. ഇങ്ങോട്ട് ചാടിച്ചോ, അവിടെ നല്ല ആടുണ്ട്. ചേച്ചി പറഞ്ഞത് കാര്യമായി, അല്ലെങ്കിൽ ഞാനിപ്പോ ചാടി ചാവത്തില്ലായിരുന്നോ? എന്റെ കൊച്ചേ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ആ തക്ക് വരുന്ന മണ്ണിൽ വരുന്ന ആൾക്കാരെ കണ്ടോ? കണ്ട്. അവരൊക്കെ ഡെയിലി ഞാൻ തേക്കുന്നില്ലയോ? അവരാരും ചാടി ചത്തില്ലല്ലോ. അങ്ങനെ എന്തോരം ശവം ഇവിടെ ചേച്ചി. ചേച്ചി ചേച്ചിക്ക് അങ്ങനെയൊക്കെ പറയാം. അവരെ പ്രണയിച്ചത് ചേച്ചിയല്ലയോ? അതിന് ചേച്ചി ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഞാനോ? ചാച്ചി നിനക്കറിയുമോ സോമണ്ണൻ എന്നെ സ്നേഹിച്ചതിന്റെ 1000 മടങ്ങ് ശശിയണ്ണൻ എന്നെ സ്നേഹിച്ചു. അതിന്റെ 10,000 മടങ്ങ് ഞാൻ ബാബു എന്നെ സ്നേഹിച്ചു. എന്നിട്ട് ഇവരിൽ ആരെ കെട്ടി? മൂന്നിനെ നൈസായിട്ട് തേച്ചിട്ട് ഞാൻ മണിയണ്ണനോട് ഒളിച്ചോടി. അപ്പൊ മണിയണ്ണൻ എന്ത് ചേച്ചി? ദേ ഈ പുഴയില് മുങ്ങിച്ചത്തോ? അല്ല, മുങ്ങാൻ വീഴാന്നും പറഞ്ഞ് എന്നെ കൊണ്ടോട് വന്നതാടി. എന്നിട്ട് എന്റെ 1.5 പവന്റെ കൊലുസും കൊണ്ട് അന്ന് മുങ്ങിയതാ. പിന്നെ ഇന്നേ വരെ പൊങ്ങിയിട്ടില്ല. എന്നാലും എന്റെ മണിയണ്ണോ. നിനക്കറിയുവോ മണിയണ്ണൻ പോയത് പിന്നെ ഞാനങ്ങ് ഒറ്റയ്ക്കായി. എനിക്ക് ആരുമില്ലടി, ഞാനൊരു ഓപ്പൺ അടി. ചേച്ചി ഓപ്പൺ അല്ല, ഓപ്പൺ. അതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ഞാനിതെല്ലാം മറന്നിരിക്കുവായിരുന്നു. നീ ഒറ്റ ഇപ്പൊ എന്നെ എല്ലാം ഓർമ്മിപ്പിച്ച്. നോക്കിക്കോ, ഞാൻ പുഴയെ ചാടി ചാവാൻ പോവാ.